പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഇനാഗുറേഷൻ്റെ പോസ്റ്ററാണ്. ഒരു ബേക്കറിയുടെ ഇനാഗുറേഷൻ പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇമേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിഡ്ത്ത് 1200 ആക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് 1500 ആക്കുക. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. നമുക്കിതിലേക്ക് ഒരു ഷേപ്പ് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ഷേപ്സ് എടുക്കുക. എന്നിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം വലുതാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിനൊരു കളർ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ മാസ്കിൽ പോവുക. എന്നിട്ട് മാസ്ക് ഔട്ട് കൊടുക്കുക. ഔട്ടാണ് മാസ്ക് ചെയ്യേണ്ടത്. അപ്പം ഔട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ഷേപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റും ഒക്കെ കൊണ്ടുവരാനുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ആ ടെക്സ്റ്റ് കൊടുക്കാം. മേലെ കടലോളമുണ്ട് കേക്കിൻ്റെ കഥ എന്ന ടെക്സ്റ്റാണ് നമ്മൾ ആദ്യം മേലെ കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് അത് കോപ്പി എടുക്കുക. എന്നിട്ട് പിക്സൽ ആപ്പ് ഓപ്പൺ ആക്കുക. ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. 2 ലൈനായിട്ട് നമ്മൾ കൊടുക്കുക. അതിന് നമ്മൾ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യണം. MLKV ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലൊരു കളർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചുവപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വൈറ്റിന് ഇവിടെ ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ലൈൻ സ്പേസിങ് കുറച്ച് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിന് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ കടയുടെ പേര് കൊടുക്കണം. നമ്മുടെ കടയുടെ പേര് ബേക്കേഴ്സ് വേൾഡ് എന്നാണ്. നമ്മൾ കോപ്പി എടുക്കുക. ബേക്കേഴ്സ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തു. അതിനൊന്ന് വലുതാക്കി കൊടുക്കുക. കളർ നമ്മളൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് കാണിക്കണം നമ്മുടെ ടൈറ്റിൽ. അതിനാണ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടലോളമുണ്ട് കേക്കിൻ്റെ കഥ ബേക്കേഴ്സ് വേൾഡ് എന്ന ടെക്സ്റ്റും കൊടുത്തു. നമുക്കിതിലോട്ട് ഇനാഗുറേഷൻ എന്നുള്ള അതായത് ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ള PNG നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ,
നമ്മൾ ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നുള്ള PNG ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ അഡ്രസ്സ്, തീയതി എന്നിവയൊക്കെ ആഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ ആഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഇതിലേക്ക് ഇമേജുകളും ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. അത് നമുക്കിതിൻ്റെ ഡേറ്റ് ഒന്ന് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കുകയാണ്. നമ്മൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് കളർ കൊടുക്കുകയാണ്. വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. സൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൈസ് നമുക്ക് 45 ആക്കാം. ഓക്കെ, 45 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉദ്ഘാടകൻ്റെ പേര് ആഡ് ചെയ്യാം. നമുക്കിതിനൊക്കെ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനാഗുറേറ്റഡ് ബൈ എന്നുള്ള ഫോണ്ട് നമ്മളൊരു സ്ക്രൈബ് ടൈപ്പ് ഫോണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, KP റഹീം എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് തന്നെ എടുക്കാം. നമുക്ക് അതേ ഫോണ്ടിൻ്റെ തന്നെ റെഗുലർ ഫോണ്ടായിട്ട് ടെക്സ്റ്റ് എടുക്കാം. ഇതിൻ്റെ റെഗുലർ സ്റ്റൈൽ എടുക്കാം. ഓക്കെ, നമ്മൾ ഫോണ്ടൊക്കെ സെറ്റ് ചെയ്തു. നമുക്കിതിലോട്ട് അഡ്രസ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഇതുപോലെ തന്നെ സ്പേസ് ഈ ലൈന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. താഴെ സൈസ് 20 ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫോണ്ട് ഒരു അത്യാവശ്യം ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഇനി ഇനാഗുറേറ്റഡ് ബൈ എന്നുള്ളതിന് നമ്മൾ കളർ കൊടുക്കുകയാണ്. ഗ്രേഡിയൻ്റ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. KP റഹീം എന്നുള്ളത് ബ്ലാക്ക് കളറാക്കാം. അതുപോലെ തന്നെ ഓക്കെ, പേരും ഇനി നമുക്ക് അഡ്രസ്സ് ആഡ് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറും കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അഡ്രസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫോൺ നമ്പർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇമേജും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഈ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് കുറച്ച് മുകളിലോട്ട് നീക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് അധികം പ്രയാസമാവാതെ തന്നെ നീക്കാൻ സാധിക്കും. എല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് നീക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കിതേക്ക് ഇമേജുകൾ ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഷേപ്പിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. താഴെയിട്ട് ഇത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മളിതിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് കളറാക്കി കൊടുക്കുകയാണ്. നമുക്കിതിലോട്ട് നമ്മുടെ ഇമേജുകൾ ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ മെയിനായിട്ട് കേക്കുകളാണ് ഈ ബേക്കറിയിൽ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് കേക്കൊക്കെ ആഡ് ചെയ്യാം. അതായത് നാം കേക്കിൻ്റെ PNG ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലോട്ട് കേക്കുകളുടെ PNGകൾ നമുക്ക് ക്രോമിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മളത് ക്രോമിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. നമുക്കപ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് PNG ആയിട്ട് തന്നെ ക്രോമിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ PNGകളും ആഡ് ചെയ്തു. അപ്പോഴും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ചെറിയ മിനുക്ക് പണികൾ ചെയ്യാം. അതായിട്ട് പ്ലസ് ഐക്കൺ നോക്കിയിട്ട് ഗാലറിയിൽ നിന്ന് നമ്മൾ ബേക്കറിയുടെ ലൈൻ ആർട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വൈറ്റ് ഭാഗം ഫില്ലാവുന്നിടത്തോളം ആക്കിയതിന് ശേഷം ഇത് ബാക്കിലോട്ട് തന്നെ നീക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കളർ നമ്മൾ റിമൂവ് ചെയ്യാണ്. നമ്മളിതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഒപ്പാസിറ്റി നമ്മൾ 30 കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 40 കൊടുക്കാം. ഓക്കെ, 40 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഷേപ്പുകളും ഇതൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം നമ്മൾ അത് പൂർത്തിയായി. നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി ഉള്ളത്, നമുക്കിതിലോട്ട് പിന്നെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സെലിബ്രേഷൻ റിബൺ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ PNG നമുക്ക് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഇതിൽ കുറച്ച് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കളയാം. അതിനായിട്ട് ഞാൻ എറേസർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് ഓവറായി തോന്നുന്നതൊക്കെ എറേസ് ചെയ്ത് കളയുന്നുണ്ട്.
ഓക്കെ, അപ്പം നമ്മുടെ പോസ്റ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ സേവ് ഇമേജ് അടുത്ത് അൾട്രാ ആയിട്ട് സേവ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോക്ക് റീച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ PLP ഫയലുകൾ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിലും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.